മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ട ഏവിയേറ്റർ വണ്ടി. അതിൻ്റെ ഡിസ്ക് ബ്രേക്ക് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. ബ്രേക്ക് ഇല്ല, അതാണ് ബ്രേക്ക് പിടിച്ചിട്ട് ലിവറേജ് കാണിക്കണില്ല. അതാണ് ശരിക്കും അതിൻ്റെ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മളതിൻ്റെ ഫ്ലൂയിഡ് കിടക്കുന്ന റിസർവ് ടാങ്ക് അഴിച്ച് നോക്കി, MC സബ് അസംബ്ലി. അപ്പോൾ അതിനകത്ത് അവസ്ഥ ശരിക്കും ഫ്ലൂയിഡാണ് ഇതിനകത്ത് എൻ്റെ. അപ്പോൾ അതിങ്ങനെ കിടന്ന് മെൽറ്റായ ഒരു അവസ്ഥയിൽ ഈ ഒരു കണ്ടീഷനിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നിലവിലതൊന്ന് ക്ലീനാക്കി നോക്കിയിട്ട് ബ്രേക്ക് ഫ്ലൂയിഡ് ഒന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ബ്രേക്ക് ആവാനായിട്ടുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റാതെ ഈ MC സബ് അസംബ്ലിയെ പടി മാറേണ്ടി വരും. ഈ സബ് അസംബ്ലി മാറേണ്ടി വരും. നമ്മൾ ഈ അടിയിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ കാളിപ്പർ അസംബ്ലി ഓൾറെഡി ടൈറ്റായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരു പക്ഷേ ഈ അസംബ്ലി മാറേണ്ട ഒരു സിറ്റുവേഷൻ വരും കേട്ടോ. കാരണം ജസ്റ്റ് നമ്മളിപ്പോൾ ഫസ്റ്റ് MC സബിൻ്റെ അവിടെ നിന്ന് ഫ്ലൂയിഡൊക്കെ ഫില്ല് ചെയ്തതിന് ശേഷം ഒന്ന് നോക്കാം, ട്രൈ ചെയ്ത് നോക്കാം. നടപടി ആയില്ലാന്നുണ്ടെങ്കിൽ ഇതും ആ മുകളിലത്തെ യൂണിറ്റും കൂടി മാറ്റിയാലാണ് നമുക്ക് കറക്റ്റ് ആവുള്ളൂ. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം, റെഡിയാക്കി എടുക്കാൻ പറ്റുമെന്ന് നോക്കാം. സാധ്യത വളരെ കുറവാണ്. അപ്പോൾ കാരണം ഈ മോഡലിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അങ്ങനെ ആയിക്കിട്ടാനായിട്ട്. തന്നെയല്ല, ഇത് പഴക്കം കൊണ്ട് വന്നേക്കാണ്. മാക്സിമം നമുക്ക് നോക്കാം. നടപടി ആയില്ല എന്നുണ്ടെങ്കിൽ കാളിപ്പർ എന്ന് പറയുന്ന ഈ അസംബ്ലി മാറണം, MC സബ് എന്ന് പറയുന്ന ഈ യൂണിറ്റ് മാറ്റിയാലാണ് അത് ക്ലിയർ ആവുള്ളൂ കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നോക്കിയിട്ട് കൃത്യമായിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം കേട്ടോ.